വയനാട് മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് പിരിവ് വയനാട് യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. പിരിച്ച ഫണ്ട് എവിടെയെന്നും മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് അടക്കമുള്ളവരെ പുറത്താക്കുക തുടങ്ങിയ വിമർശനങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു. വയനാട് യൂത്ത് കോൺഗ്രസിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിനെ ചൊല്ലി തമ്മിലടി രൂക്ഷമാവുകയാണ്. പിരിച്ച ഫണ്ട് സംസ്ഥാന നേതൃത്വത്തെ ഏൽപ്പിക്കാത്ത മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട് അടക്കമുള്ള നേതാക്കളെ പുറത്താക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നേരത്തെ വയനാട് യൂത്ത് കോൺഗ്രസ് നേതൃക്യാമ്പിലെത്തിയ രാഹുൽ മാങ്കൂട്ടം മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വം പിരിച്ച ഫണ്ട് എവിടെ എന്ന് മറുചോദ്യം ഉന്നയിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയായിരുന്നു. പിന്നീട് കസേരകൾ വലിച്ചെറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സംസ്ഥാന പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉയർന്ന ചർച്ചകൾ പുറത്തുവന്നതോടെ റോബിൻ ഇളവുങ്കൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കുന്നതിലേക്കാണ് സംഭവങ്ങൾ നീങ്ങിയത്. അതോടെ വയനാട് യൂത്ത് കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി. ഫണ്ട് മുക്കിയവരെ പുറത്താക്കുക, ചോദ്യം ചെയ്തവരെ പുറത്താക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പോസ്റ്ററുകളിൽ നിറയുകയാണ്. മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട്, സെക്രട്ടറി ഷംസീർ അരണപ്പാറ, നട്ടലിനു പകരം വാഴപ്പിണ്ടിയുമായി നടക്കുന്ന ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് രാജിവെക്കുക എന്നും പോസ്റ്ററുകളിൽ എഴുതിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA താൽപര്യത്തിന് വഴങ്ങി ഫണ്ട് മുക്കിയവരെ സംരക്ഷിക്കുന്ന രീതിയാണ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനമുണ്ടായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ കൂപ്പണടക്കം അടിച്ച് വ്യാപകമായ ഫണ്ട് പിരിവ് നടത്തി എന്നും എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ഇതിന്റെ പേരിൽ പണം നൽകിയിട്ടില്ലെന്നും പോസ്റ്ററുകളിൽ വ്യക്തമാകുന്നുണ്ട്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.